കോളേജ് റിവ്യൂ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET എന്ന് പറയുന്ന മൂന്നക്ഷരത്തെ പറ്റിയിട്ടാണ്. റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാമ്പസ് ലൈഫ്, ക്യാമ്പസിൻ്റെ വലിപ്പം, എല്ലാത്തിൻ്റെയും കാര്യത്തിൽ CET എന്ന് പറയുന്ന മൂന്നക്ഷരമാണ് എന്നും മുന്നിലെത്താറുള്ളത്. അതിനെ തോൽപ്പിക്കാൻ കേരളത്തിലെ 128-ലധികം എഞ്ചിനീയറിംഗ് കോളേജസിൽ ഒന്നിനു പോലും ഇന്നേ വരെ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ CETനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് CETയിൽ കയറാൻ എത്ര റാങ്ക് നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം നോക്കാം. അതിനുശേഷം പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറയാം. 2022 കട്ട് ഓഫ് പ്രകാരം ജനറൽ കാറ്റഗറിക്ക് ആർക്കിടെക്ചർ വിഭാഗത്തിൽ കയറാൻ 67 ക്ലോസിംഗ് റാങ്ക് വന്നത്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബ്രാഞ്ച് CETയിൽ അവൈലബിൾ ആണ്. ക്ലോസിംഗ് റാങ്ക് വന്നത് 3398 ജനറൽ കാറ്റഗറിക്ക്. സിവിൽ എഞ്ചിനീയറിംഗിൽ ജനറൽ കാറ്റഗറി വന്നിരിക്കുന്ന 4939. എല്ലാ കോളേജസിലും 20,000 30,000 വരെയുള്ള ആളുകൾക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടുന്ന ഒരു സ്ഥലത്ത് CETയിൽ സിവിലിന് പോലും ഭയങ്കരധികം ബുദ്ധിമുട്ടാണ് കിട്ടാനുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ സയൻസ് 443 ക്ലോസിംഗ് റാങ്ക് വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് EEE 1657 ജനറൽ കാറ്റഗറിക്ക് വന്നത്. ഈസി വന്നിരിക്കുന്നത് 618. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 11,222. CETയിൽ കുറച്ചെങ്കിലും കുട്ടികൾ താല്പര്യം കാണിക്കാത്തൊരു ബ്രാഞ്ചാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10,000-ന് മുകളിലാണ് റാങ്ക് എങ്കിൽ CETയിൽ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാം. പക്ഷെ നല്ലൊരു ബ്രാഞ്ച് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 4,287. നമ്മൾ എന്താ പറയുക, സിവിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യവും. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലും 20,000 30,000 ഒക്കെ പോകുന്നതാണ് സിവിലും മെക്കും ഒക്കെ. പക്ഷെ ഇവിടെ നോക്കിക്കോ, 5,000 റാങ്കുള്ളവർക്ക് പോലും ഇവിടെ സിവിലും മെക്കും കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇനി അടുത്ത വരുന്ന OBC കാറ്റഗറിയിലെയാണ് CET ട്രിവാൻഡ്രത്തിലെ. ആർക്കിടെക്ചർ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്ന 379. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വന്നിരിക്കുന്നത് 4,524. സിവിൽ എഞ്ചിനീയറിങ് 8,482. കമ്പ്യൂട്ടർ സയൻസ് 487. 500 പോലും എത്തിയിട്ടില്ല. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് 2,200. ഈസി 857. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 18,848. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ റാങ്ക് വളരെയധികം കുറവാണെങ്കിലും CETയിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5,572 എന്നുള്ളതാണ്. ഇനി 2022 SC കാറ്റഗറിക്ക് ആർക്കിടെക്ചറിൽ 1,051. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് 40,991. സിവിൽ എഞ്ചിനീയറിംഗ് 20,523. കമ്പ്യൂട്ടർ സയൻസ് 7,674. ഇലക്ട്രിക്കൽ 29,608. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 11,077. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 59,555. ഒരുപാടങ്ങ് താഴേക്ക് പോയി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 31,271. അടുത്ത ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വന്നിരിക്കുന്നത് 46,672. സിവിൽ എഞ്ചിനീയറിംഗ് 45,821. കമ്പ്യൂട്ടർ സയൻസ് 30,989. കമ്പ്യൂട്ടർ സയൻസ് ST കാറ്റഗറിക്ക് 30,000 വരെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ 54,035. ഈസി 25,490. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 52,141. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 31,633. ഇനി അടുത്തത് 2022 നമ്മൾ കണ്ടത്. ഇനി 2023 ജനറൽ കാറ്റഗറിയുടെ ഓപ്പണിംഗ് റാങ്ക് 26. ക്ലോസിംഗ് റാങ്ക് 36 ആയപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓപ്പണിംഗ് റാങ്ക് 1925. ക്ലോസിംഗ് റാങ്ക് 2,714 സിവിൽ എഞ്ചിനീയറിംഗ് ഓപ്പണിംഗ് റാങ്ക് 4,935. ക്ലോസിംഗ് റാങ്ക് 6,730. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയേ,
2022 ജനറൽ കാറ്റഗറിക്ക് സിവിൽ എഞ്ചിനീയർ ക്ലോസിംഗ് റാങ്ക് 4939 ആയിരുന്നു. അതേസമയം 2023 വന്നപ്പോഴത്തേക്കും ഇത് 6000 ചുരുങ്ങിയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 649, ഓപ്പണിംഗ് റാങ്ക് 271. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 860, ഇലക്ട്രിക്കൽ 16,675, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 10,195, മെക്കാനിക്കൽ 4,068. 2022 ജനറൽ കാറ്റഗറിയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 2023 വന്നപ്പോൾ കുറച്ചുകൂടെ റാങ്ക് മുകളിലുള്ളവർക്ക്, മീൻസ് കുറച്ചുകൂടെ റാങ്ക് എണ്ണത്തിൽ മുകളിലുള്ളവർക്ക് കേട്ടോ, അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2023 SC കാറ്റഗറിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ആർക്കിടെക്ചർ 1061, ഇലക്ട്രോണിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് 47,630, സിവിൽ 29,243, കമ്പ്യൂട്ടർ 9,167, ഇലക്ട്രിക്കൽ 23,729, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 46,035, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 28,918, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 8,497. ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ആർക്കിടെക്ചർ ക്ലോസിംഗ് റാങ്ക് 2,206, മെക്കാനിക്കൽ 40,469, ഇലക്ട്രിക്കൽ EC 13,032, ഇലക്ട്രിക്കൽ 47,700, സിവിൽ എഞ്ചിനീയറിംഗ് 32,125, കമ്പ്യൂട്ടർ 28,177 വരെയുള്ളവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാം. പ്ലേസ്മെൻറ്റുകളെ പറ്റി പറയുമ്പോൾ ഇവിടെ ആളുകളുടെ ഫോട്ടോ ഞാൻ ബ്ലറാക്കിയിട്ടുണ്ട്, അവർക്കും ഒരുപക്ഷെ പ്രൈവസി ഉണ്ടായിരിക്കുമല്ലോ. 34,64,000 രൂപ, 34.64 ലക്ഷം ആണ് EC സ്റ്റുഡൻസിനാണ് കിട്ടിയിരിക്കുന്നത്. EC സ്റ്റുഡൻസിനാണ് കിട്ടിയിരിക്കുന്നത്, 3 പേർക്കാണിത് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കിയേ, EC ആൻഡ് അപ്ലൈഡ് ഇലക്ട്രോണിക്സിലുള്ള കുട്ടികൾക്ക് 17 ലക്ഷം LPA കിട്ടിയിട്ടുണ്ട്. അടുത്തത് 12 ലക്ഷം LPA, ഇതും EC ആൻഡ് അപ്ലൈഡ് ഇലക്ട്രോണിക്സിൻ്റെ കുട്ടികൾക്കാണ് 12 ലക്ഷം 3 പേർക്ക്. EC സ്റ്റുഡൻറ്റിന് തന്നെ 12 ലക്ഷം. അടുത്തത് 10 ലക്ഷം EC സ്റ്റുഡൻസിനാണ് 2 പേർക്ക് കിട്ടിയിരിക്കുന്നത്. 3 EC സ്റ്റുഡൻസിന് 10 ലക്ഷം കിട്ടിയിരിക്കുന്നു. ഒരു EC സ്റ്റുഡൻറ്റിന് 11.75 ലക്ഷം. മറ്റൊരു EC സ്റ്റുഡൻറ്റിന് 39 ലക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ ഹയസ്റ്റ് പാക്കേജ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ECക്കും അപ്ലൈഡ് ഇലക്ട്രോണിക്സിനുമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന് ഇത്രയും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. 2023 ഈ ഒരു പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ UGയിൽ 80 ഓഫറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 80 ഓഫർ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 127 ഓഫർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 129 ഓഫർ, മെക്കാനിക്കൽ 177 ഓഫർ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിനേക്കാളും കൂടുതൽ CETയിൽ മെക്കാനിക്കലിനാണ് കിട്ടുന്നത്. സിവിലിനും കമ്പ്യൂട്ടറിനേക്കാളും ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ 88, ആർക്കിടെക്ചർ 9. ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് മെക്കാനിക്കലിനാണ് ഓഫർ കൂടുതൽ വന്നിരിക്കുന്നത്, പിന്നെ ഇലക്ട്രിക്കലിന്, പിന്നെ ഇലക്ട്രോണിക്സിന്, പിന്നെ സിവിലിന്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്. അതാണ് ഇവിടുത്തെ ഇത് കാണിക്കുന്നത്. ടെക്സാസ് ഇൻസ്ട്രുമെൻ്റ് ഓഫേഴ്സ് 26.8 LPA ടു AEE ആൻഡ് EC സ്റ്റുഡൻസ്. നമ്മളിതുവരെ കണ്ടതെല്ലാം ECയും AEI സ്റ്റുഡൻസും ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് പോലും ഇത്രയും ഹയസ്റ്റ് പാക്കേജ് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഇനി പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. വേറൊരു കാര്യം, IBMൽ 11 ലക്ഷം രൂപ ഒരു AEI സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ നവനീത് S എന്നാണ് പേര്. 2024 NIRF ഡാറ്റ പ്രകാരം
610 കുട്ടികളാണ് CETയിൽ പ്ലേസ്മെൻറ്റിന് യോഗ്യത ഉണ്ടായത്. അതിൽ 473 കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് കിട്ടി. 6,75,000 അവർക്ക് കിട്ടിയ മീഡിയൻ പാക്കേജ് ആവറേജ് സാലറി എന്ന് പറയുന്നത്. CETയിൽ വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആമസോണും ഗൂഗിളും ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളാണ് സാംസങ്, മൈക്രോസോഫ്റ്റ്, വിപ്രോ ഒക്കെ വരുന്നുണ്ട്. ഇനി പ്ലേസ്മെൻറ്റ് ഇയർലി ട്രെൻഡ്, പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, കുറയുന്നില്ല. ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നത്. ഇനി ആവറേജ് സാലറിയുടെ കാര്യം നിങ്ങൾ നോക്കിയേ. 2022 കിട്ടിയ മീഡിയൻ സാലറി 8,75,000. അത് പല കോളേജിലെയും ഹയസ്റ്റ് പാക്കേജാണ്. CETയിലെ ആവറേജ് സാലറി മാത്രം 8,00,000 കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കീ ടേക്ക് അവേസ് ഫ്രം ദ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഇൻക്രീസ്ഡ് 15.47. മീഡിയൻ സാലറി 75% ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു.